വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുമുള്ള ഒരു മോര് കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങയൊന്നും അരക്കാണ്ട് വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ഉണ്ടാക്കാനും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ ചോറിന് ഈ ഒരു ഒഴിച്ച് കറി മാത്രം മതിയാകും, നമുക്ക് വേറെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു മോര് കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. 1-2 കൈപ്പിടിയോളം നമുക്ക് മുരിങ്ങയില എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെയാണ് മുരിങ്ങയില പറിക്കുന്നതെങ്കിൽ അത് അത്യാവശ്യം ഒന്ന് അങ്ങനെ പുഴുവോ അങ്ങനെയൊന്നും ഇല്ലാത്തതായിരിക്കും. നമ്മൾ കീടങ്ങളെ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതുപോലെ മരുന്നൊന്നും തളിച്ചിട്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകേണ്ട ആവശ്യമുള്ളൂ. ഞാനിതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലപോലെ അതിൻ്റെ ആ ഒരു മഞ്ഞ കളറുള്ള ഇലയൊക്കെ ഒന്ന് മാറ്റി പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഒരു 10 മിനിറ്റോ ഒരു അരമണിക്കൂർ മുതൽ നമുക്കത് വെള്ളത്തിലിട്ട് വെക്കാം. ലൈറ്റ് ചൂടുവെള്ളത്തിലോ അതിൽ ഉപ്പ് അതുപോലെ മഞ്ഞൾപ്പൊടി വിനാഗിരിയൊക്കെ ഇട്ടിട്ട് 1-1.5 മണിക്കൂർ വെച്ചതിന് ശേഷം ഞാനിത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിതൊരു 3-4 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കട്ട തൈരാണ്. അത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ മോര് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളി 1-2 നുള്ളി ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകത്തിൻ്റെ ആ ഒരു അളവൊന്നും കൂടി പോകണ്ട. അതുപോലെ അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1-2 കായ്മുളകും ചേർക്കാം. നിങ്ങൾക്ക് എരിവിനൊക്കെ അനുസരിച്ചിട്ട് കായ്മുളക് ചേർത്താൽ മതി. അതുപോലെ ഒരു 3-4 കുരുമുളകൊന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു പച്ചമുളക് ചീന്തിയതിടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു വെളുത്തുള്ളിയും നീളത്തിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്നത് വരെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കഴുകി കൊണ്ടുവന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയില അത്രത്തോളം എടുക്കുന്നോ അത്രയും ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു സമയത്തും ഫ്ലെയിം കൂട്ടരുത്, ചെറിയ തീയിൽ തന്നെ വെക്കണം. ഇനി നമ്മൾ ഈ മുരിങ്ങയില ഇതെല്ലാമായിട്ട് നല്ലോണം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മുരിങ്ങയില വേവിച്ചെടുക്കുന്നില്ല, നമ്മൾ നല്ലോണം വാട്ടിയെടുക്കുമ്പോൾ തന്നെയാണ് ഇത് വേവുന്നത്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇത് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നമ്മളിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സമയം ഏകദേശം ഒരു 1-2 മിനിറ്റ് മാത്രം ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കുക. അപ്പോൾ ആ ഒരു ആവി വെള്ളം തന്നെ നമുക്ക് മതിയാകും ഇതൊന്ന് വേഗത്തിൽ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇലവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് നമ്മൾ വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗുണമൊക്കെ നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വേവിക്കുന്നില്ല. അപ്പോൾ ഇത്രയും മതിയാകും, നന്നായിട്ട് നമുക്ക് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ ഒരു 1/4 കപ്പ് തൈര് അടിച്ചു കൊണ്ടുവന്നില്ലേ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഇപ്പോഴും ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്, അത് മറക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രത്തോളം നിങ്ങൾക്ക് ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നാൽ ഒരുപാട് വെള്ളം ആവരുത്. അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു ലൂസായി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയാണ് നമുക്കിത് വേണ്ടുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ തിളക്കാൻ പാടില്ല, നിങ്ങൾക്ക് അറിയാലോ, മോരും തൈരും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കറി തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് നോക്കുമ്പോൾ ഒരു ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കൈയെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായാൽ മതി, തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തൈരിൻ്റെ പുളിയും അതുപോലെ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്കൊരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ആ ഒരു ചെറിയൊരു മധുരവും കൂടി മുന്നിട്ട് നിൽക്കുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മോര് കറിയാണിത്. അപ്പോൾ ഇത് നമ്മൾ മുരിങ്ങയില വെച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്.
അപ്പോൾ ഈ ഒരു സമയത്ത് വീടുകളിൽ ധാരാളം എന്തായാലും മുരിങ്ങയില ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ തേങ്ങയൊന്നും അരക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കുകയും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്